എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൂക്കിൻ്റെ ആ ഒരു ഭാഗം, കാരണം ഏറ്റവും കൂടുതൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുന്ന എവിടെയാണ്, അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കും, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനാക്ഷി. അത്യാവശ്യം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇന്നുള്ളൊരു ഫേസ് മാസ്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ. വൈറൽ ഫേസ് മാസ്ക് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നത്. ഓൾറെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും ഈ ഇടയ്ക്കാണൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ കേട്ടോ. അപ്പം അത് പാക്കൊക്കെ ഇടുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാം, നിങ്ങൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഡേർട്സ് ഒക്കെ കാണും. പെട്ടെന്ന് നമ്മൾ വെളിലോട്ടൊക്കെ നിൽക്കുമ്പോൾ തന്നെ പൊടിയൊക്കെ അടിച്ചു കയറുന്ന ഒരു ഫേസ് ആയിരിക്കും എല്ലാവരുടെയും. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നോട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ് മമായത്തിൻ്റെ മുൾട്ടാനി മിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാണ്ടിറ്റിയാണ്, ഒരുപാട് നാൾ നിൽക്കും. നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പെട്ടെന്ന് തീരുന്നതിനെക്കാട്ടി നല്ലത് നാൾ ഇങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ നല്ല ക്യാഷും ആവരുത്, അഫോർഡബിൾ ആയിരിക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അത് ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തേക്കാം. നല്ലൊരു ഫേസ് വാഷാണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ട് വെളുത്തിട്ട് പാറുമെന്നല്ല പറയുന്നത്. അങ്ങനെ പാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണണ്ട കേട്ടോ. കാരണം നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാനും നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ ഫേസിൽ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട്, മൊത്തത്തിലില്ലെങ്കിലും ഏറെ കുറേയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഫേസ് മാസ്ക് നല്ലത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേണ്ട. വീക്ക്ലി ഒരു 2 ടൈംസോ അല്ലെങ്കിൽ 1 ടൈംസോ മാത്രം മതി. അതും പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ഫേസ് വേണമെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം കൂടുതൽ വീഡിയോ പറഞ്ഞങ്ങോട്ട് നമ്മൾ ബോറാക്കിപ്പിക്കുന്നില്ല. നേരെ എങ്ങനെയാണ് മാസ്ക് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ് കേട്ടോ. മുട്ട എന്ന് പറയുന്ന സാധനം ഫേസിൽ അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് സ്മെല്ല് വെച്ചാണ് കേട്ടോ. അല്ലാതെ ഫേസിൽ ഇടുന്നത് നല്ലൊരു സാധനം തന്നെയാണ് മുട്ട. പക്ഷെ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തൊരു മുട്ട യൂസ് ചെയ്യേണ്ട, ഒഴിവാക്കുക തന്നെ വേണം കേട്ടോ. കാരണം നമ്മൾ കഴിക്കുന്നതിൽ അത്ര സുഖകരകാര്യമൊന്നുമല്ല മുട്ട മുഖത്തിടുന്നത്. അപ്പം ആദ്യം മുട്ടയാണ്. നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാം. പലരും പല രീതിയിലായിരിക്കും ഈ ഒരു വെള്ളയും മഞ്ഞയും കൂടെ വേർതിരിക്കുന്നത്. ഞാൻ ദാണ്ട് ഇങ്ങനെയാണ് പകുതി ഇങ്ങനെ പൊട്ടിച്ചിട്ട് മഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പം വെള്ള ആ ഒരു പൊട്ടിയ സൈഡിൽ കൂടെ അങ്ങ് താഴോട്ട് പൊക്കോളും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടിയുടെ ഉപയോഗം നിങ്ങൾക്കറിയാം, നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. നല്ലതാണ് കാപ്പിപ്പൊടിയൊക്കെ. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്ങിന് വേണ്ടി കാപ്പിപ്പൊടി, ഈ തക്കാളി ചേർത്തൊക്കെ തൊട്ടിട്ട് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് തേക്കുന്ന അടിപൊളിയാണ് കേട്ടോ. നല്ലതാണ്. നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കിട്ടാൻ സഹായിക്കും. സാധാരണ ഈ ഒരു വൈറൽ ഫേസ് പാക്കിന് എല്ലാവരും ബ്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കടയിൽ പോകുമ്പോൾ എന്നും ബ്രൂ മേടിക്കാൻ ഓർക്കും, പക്ഷേ അങ്ങ് മറക്കും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാപ്പിപ്പൊടിയാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. കോഫി പൗഡറിന്റെ പ്രത്യേകത പൊതുവെ എല്ലാവർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതാണ്. കാരണം നേരത്തെ ഇട്ട ഡ്രസ്സിലാണ് ഈ പാക്ക് ഇടുന്നതെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഫുള്ളും കുളമാവും. ഇങ്ങനെയുള്ള പാക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾ മാക്സിമം പഴയ ഡ്രസ്സൊക്കെ ഇടാൻ നോക്കാട്ടെ. കാരണം നമ്മൾ ഏത് പാക്ക് ഇട്ടാലും നമ്മൾ എപ്പോഴും നമ്മുടെ നെക്ക് പോർഷനിൽ ഇടണം. എപ്പം നെക്ക് പോർഷനിൽ ഇടുന്നില്ല. ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ മാത്രം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ കഴുത്ത് ഭാഗം നല്ല ഡാർക്ക് ആയിട്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പം നല്ല കാറ്റുണ്ട്. അപ്പം നമുക്കിനി എങ്ങനെയാണ് പാക്ക് ഇടുന്നതെന്ന് നോക്കാം. ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ വലിയ പൊട്ടൊന്നും ഇട്ട് നോക്കിയതായിട്ടോ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ പാക്ക് ഇടുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോട്ടെ. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഡേർട്ട് ഇരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒട്ടും ബെറ്റർ ആയിരിക്കത്തില്ല, നല്ല റിസൾട്ടും കിട്ടത്തില്ല. നമുക്ക് എന്തായാലും പാക്ക് ഇടാം. അപ്പോൾ ആദ്യം നമ്മൾ ദാണ്ട് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ നമ്മുടെ കോഫി പൗഡറൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈയാണല്ല കേട്ടോ ബെറ്റർ. ഫസ്റ്റ് ലെയർ പോലെ എല്ലായിടത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ടൂർ പോയപ്പോൾ മേടിച്ചൊരു മിറർ കേട്ടോ. നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മിററാണ് കേട്ടോ. ഞാനിതിങ്ങനെ വെച്ചേക്കുവാണ്. ഇടയ്ക്ക് എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, പക്ഷെ അതെങ്ങനെയൊക്കെ എനിക്ക് കിട്ടി തിരിച്ച്. ഇങ്ങനെ നമ്മുടെ ലെയർ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതി ജസ്റ്റ് കുറച്ചുകൂടെ കുറുകണമായിരുന്നു തോന്നുന്നു. ഇത് കുറച്ചുകൂടെ തിക്കായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ കോല. ഇങ്ങനെയാണ് ഡ്രസ്സിൽ ഫുള്ളായി. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എൻ്റെ കൈയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അതായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് അതങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഫുള്ളോട്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
നമുക്ക് ഇതിന് പുറകെ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദേഹത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫേസ്. എനിക്കിത് കണ്ടിട്ട് എന്നെ തന്നെ നോക്കി ചിരി വന്നു. നിങ്ങൾ കണ്ണാടിയിലൊന്നും നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഏകദേശം ഒരു ഹാഫ് അവർ, ഒരു അരമണിക്കൂർ കൂടുതൽ എന്തായാലും നമ്മുടെ ഫേസ് ഇരിക്കണം. എന്നാലും നന്നായിട്ട് ഡ്രൈ ആവും. എന്നാലും റിമൂവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും റിമൂവ് ആയി വരൂ. അപ്പം നമുക്ക് ഇത് ഉണങ്ങുന്നവരെ നോക്കിയിരിക്കാവേ. നേരത്തെ ഫുള്ള് റിമൂവ് ചെയ്തതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. എന്തോ വീഡിയോ പെട്ടെന്ന് അങ്ങ് നിന്ന് ഞാനത് അറിഞ്ഞില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് കുറച്ചുകൂടെ നേരെ ഇരുന്നാൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മൂക്കിൻ്റെ ആ ഒരു ഭാഗം, കാരണം ഏറ്റവും കൂടുതൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുന്ന എവിടെയാണ്, അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. നല്ല സ്മൂത്തായിരിക്കും. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഇവിടുത്തെ രണ്ടിടത്തും നിങ്ങൾ റിമൂവ് ചെയ്യുമ്പം കുറച്ച് ഇങ്ങനെ സ്പീഡിലൊന്ന് വലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം വെളുത്തിട്ട് പാറി അങ്ങ് തുടുത്ത് അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വീക്ക്ലി ഒരു 2 ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. നല്ലൊരു ഗ്ലോയും അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഈ ഒരു പാക്കിലൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ മീനാക്ഷി. ടാറ്റാ.